ഇന്ന് നമ്മൾ നോക്കുന്നത് എ ആൻഡ് ഇവ തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ്. ഈ വാക്കുകൾ നോക്കിയേ. എ ബോയ്, എ ട്രീ, എ ക്യാറ്റ്, എ ബിൽഡിംഗ്, ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ ഓഫീസർ, ആൻ ആൻഡ്. ഇവിടെയെല്ലാം എ അല്ലെങ്കിൽ ആൻ, ഇവിടെയെല്ലാം എ അല്ലെങ്കിൽ ആൻ കഴിഞ്ഞു വരുന്ന വേർഡ് ഒരു നൗൺ ആണല്ലേ. എ അല്ലെങ്കിൽ ആൻ കഴിഞ്ഞു വരുന്ന വേർഡ് ഒരു നൗൺ ആണ്. നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ നാമം. ഏതൊരു വസ്തുവിന്റെയോ അല്ലെങ്കിൽ വ്യക്തിയേക്കോ നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. ഏതൊരു വസ്തുവിനും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിക്കും നമ്മൾ കൊടുക്കുന്ന പേരിനെയാണ് നൗൺ അല്ലെങ്കിൽ നാമം എന്ന് പറയുന്നത്. അപ്പോ ഇത്തരത്തില് നൗൺസിന്റെ ഫ്രണ്ടിലാണ്, ഇത്തരത്തില് നൗൺസിന്റെ മുൻപിലാണ് നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്, എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഇനി എല്ലാ നൗൺസിന്റെ മുൻപിലും നമ്മൾ ആർട്ടിക്കിൾസ് യൂസ് ചെയ്യോ? ഇല്ല. കാരണം നൗൺസ് രണ്ട് തരത്തിലാണ് ഉള്ളത്, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ. കൗണ്ടബിൾ എന്നും അൺകൗണ്ടബിൾ എന്നും. എന്താ കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ സാധിക്കുന്ന നൗൺസിനെയാണ് നമ്മൾ കൗണ്ടബിൾ എന്ന് പറയുന്നത്. ഇനി എണ്ണാൻ സാധിക്കാത്തതാണെങ്കിൽ അൺകൗണ്ടബിൾ. ഫോർ എക്സാമ്പിൾ ബോയ്, ബോയ്, ബോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്തെടുക്കാൻ സാധിക്കും. എന്നാൽ വാട്ടർ, അതും ഒരു നൗൺ ആണല്ലേ, പേര്, ഒരു വസ്തുവിന് നമ്മൾ കൊടുത്തിരിക്കുന്ന പേര്. ഈ വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് കൗണ്ട് ചെയ്തെടുക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ വാട്ടർ ഒരു അൺകൗണ്ടബിൾ നൗൺ ആണ്. ഇത്തരത്തില് കൗണ്ടബിൾ നൗൺ ഏകവചനത്തിൽ വരുമ്പോൾ അതിന്റെ ഫ്രണ്ടിലാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ ഉപയോഗിക്കുന്നത്. ഏകവചനം എന്ന് പറയുമ്പോൾ ഒരെണ്ണം അല്ലെ. നോക്കിയേ, എ ബോയ്, എ ട്രീ, എ ക്യാറ്റ്. ഇവിടെ ബോയ്സ് ആയിരുന്നു എങ്കിൽ നമ്മളിവിടെ എ ഉപയോഗിക്കില്ല, കാരണം അപ്പൊ ഇത് പ്ലൂറൽ ആയി മാറി, ഏകവചനം അല്ല, സിംഗുലർ അല്ല. അപ്പോ സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ മുന്നിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. സിംഗുലർ കൗണ്ടബിൾ നൗൺ. സിംഗുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണം, ഒന്ന്. കൗണ്ടബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണാൻ സാധിക്കുന്നത്. അപ്പോൾ സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ മുന്നിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കുന്ന പോയിന്റ്, നൗണ് അല്ലെങ്കിൽ നാമത്തിന്റെ മുന്നിലാണ് നമ്മൾ ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. എല്ലാ നൗൺസിന്റെ മുന്നിലും നമ്മൾ ആർട്ടിക്കിൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യോ എന്ന് ചോദിച്ചാൽ ഇല്ല. സിംഗുലർ കൗണ്ടബിൾ നൗൺസിന്റെ മുന്നിൽ മാത്രമാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. ഒന്നുകൂടി നോക്കിയേ വേർഡ്സ്. ഇവിടെ ചില നൗൺസിന്റെ മുന്നിൽ നമ്മൾ എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്, എന്നാൽ മറ്റു ചില നൗൺസിന്റെ മുന്നിൽ നമ്മൾ ആൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്താ എ അല്ലെങ്കിൽ ആൻഡ് അർത്ഥം? എ ഓർ ആൻഡ് അർത്ഥം എന്ത് തന്നെയാണ്? ഒന്ന് എന്ന് തന്നെയാണ്, വൺ. അതായത് ഒരെണ്ണം എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. അപ്പോ ഒന്ന് എന്ന അർത്ഥത്തിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത്. എ ബോയ്, ഒരു കുട്ടി, ആൺകുട്ടി. എ ട്രീ, ഒരു മരം. എ ക്യാറ്റ്, ഒന്ന്. എ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ്. ആൻ ആപ്പിൾ, ആൻ ഓറഞ്ച്, ആൻ ഓഫീസർ, ആൻ ആൻഡ്. ഇതെല്ലാം എന്തർത്ഥത്തിലാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഒരെണ്ണം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ ഒരേ അർത്ഥത്തിലാണ് എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്തത്. ഒരേ അർത്ഥമാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സിന്റെ മുന്നിൽ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യാൻ പറ്റുമോ? അങ്ങനെ പറ്റില്ല. എ അല്ലെങ്കിൽ ആൻ നമുക്ക് ഇഷ്ടമുള്ള വേർഡ്സിന്റെ ഫ്രണ്ടിൽ യൂസ് ചെയ്യാൻ പറ്റില്ല. ആ വ്യത്യാസം എന്താണെന്നുള്ളത് നോക്കാം. ഈ വേർഡ്സ് നോക്കിയേ. ആപ്പിൾ, ഓറഞ്ച്, ഓഫീസർ, ആൻഡ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വവൽ ലെറ്റേഴ്സിലാണ്. ഏതൊക്കെയാണ് വവൽ ലെറ്റേഴ്സ്? എ, ഇ, ഐ, ഒ, യു. ഈ ലെറ്റേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്ന വേർഡ്സിന്റെ ഫ്രണ്ടിലാണ് ഞാൻ ഏത് യൂസ് ചെയ്തിരിക്കുന്നത്? ആൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതായത് വവൽ ലെറ്റേഴ്സിന്റെ മുൻപിലാണ് ആർട്ടിക്കിൾ ആൻ യൂസ് ചെയ്തിരിക്കുന്നത്. വവൽ ലെറ്റേഴ്സ് അല്ലാത്ത ബാക്കി ലെറ്റേഴ്സ്, കൺസണന്റ് ലെറ്റേഴ്സ്, മലയാളത്തിലെ വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയും, അതിന്റെ മുന്നിലാണ് ഞാൻ എന്ത് യൂസ് ചെയ്തിരിക്കുന്നത്?
എ യൂസ് ചെയ്തിരിക്കുന്നത്. എ ബോയ്, എ ട്രീ, എ കാറ്റ്, എ ബിൽഡിംഗ്. അപ്പോൾ വവൽ ലെറ്റേഴ്സിന്റെ മുന്നിലാണ് ആൻ യൂസ് ചെയ്തിരിക്കുന്നത്. ബാക്കി ഏത് ലെറ്റർ വന്നാലും എ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ചെറുപ്പം തൊട്ടേ നമ്മൾ പഠിച്ചു വന്നിരിക്കുന്നത്. ഇത് മുഴുവനായിട്ടും ശരിയല്ല, ചെറിയൊരു വ്യത്യാസം കൂടിയുണ്ട്. നോക്കി, ഈ വേർഡ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് വവൽ ലെറ്ററിലാണ് അല്ലെ. യു, യൂണിവേഴ്സിറ്റി, യൂണിറ്റ്, യൂണിഫോം. നേരത്തെ പറഞ്ഞതനുസരിച്ച് ഇവിടെ എല്ലാപ്പം നമ്മൾ എന്ത് എഴുതണം? ആൻ എഴുതണം അല്ലെ. പക്ഷെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ വ്യത്യാസം. എല്ലാ വവൽ ലെറ്ററിന്റെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യില്ല? ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യില്ല. വവൽ ലെറ്റർ ആയാൽ മാത്രം പോരാ, നമുക്ക് വവൽ സൗണ്ട് കൂടി വരണം. അതാണ് എ അല്ലെങ്കിൽ ആൻ എന്ന വ്യത്യാസത്തിൽ വരുന്നത്. വവൽ ലെറ്റർ ആയാൽ മാത്രം പോരാ, വവൽ സൗണ്ട് വേണം. യു എന്ന ലെറ്റർ ആ അല്ലെങ്കിൽ എ എന്ന് പ്രൊനൗൺസ് ചെയ്യുമ്പോഴാണ് അവിടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ആൻ എന്ന വേർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുന്നത് എ എന്നാണ്. എ യൂണിവേഴ്സിറ്റി, എ യൂണിറ്റ്, എ യൂണിഫോം. എന്നാൽ ഇവിടെ നോക്കിയേ, അതേ ലെറ്ററിൽ തന്നെയാണ് ഇവിടെ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലെ, യു. പക്ഷെ ഈ വേർഡ്സ് നമ്മൾ വായിക്കുമ്പോൾ എങ്ങനെയാ കേൾക്കുന്നത്? അംബ്രല്ല, ആ സൗണ്ട് ആണ് വരുന്നത് അല്ലെ. അമ്പയർ, അങ്കിൾ. ഈ ലെറ്റേഴ്സ് അല്ലെങ്കിൽ ഈ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ അവിടെ നമ്മൾക്ക് ആ അല്ലെങ്കിൽ എ എന്ന സൗണ്ട് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യാം? ആൻ എന്ന ആർട്ടിക്കിൾ ആണ് യൂസ് ചെയ്യാം. ആൻ അംബ്രല്ല, ആൻ അങ്കിൾ, ആൻ അമ്പയർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് വവൽ ലെറ്ററിന്റെ മുന്നിലല്ല. അങ്ങനെയാണ് നമ്മൾ ചെറുപ്പം തൊട്ട് പഠിച്ചിരിക്കുന്നത്. വവൽ ലെറ്ററിന്റെ മുന്നിൽ മാത്രമല്ല, വവൽ സൗണ്ടിന്റെ മുൻപിലാണ് നമ്മൾ ആൻ എന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യുന്നത്. അപ്പോ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറഞ്ഞത് ആർട്ടിക്കിൾ എ ഓർ ആൻ എവിടെയാണ് യൂസ് ചെയ്യാം? സിംഗുലർ കൗണ്ടബിൾ നൗണിന്റെ മുൻപിലാണ് നമ്മൾ എ അല്ലെങ്കിൽ ആൻ യൂസ് ചെയ്യുന്നത് അല്ലെ. സിംഗുലർ കൗണ്ടബിൾ നൗൺ എന്ന് പറയുമ്പോൾ കൗണ്ടബിൾ എണ്ണാൻ സാധിക്കുന്നത്, സിംഗുലർ എന്ന് പറയുമ്പോൾ 1. എക്സാമ്പിൾ എ ബിൽഡിംഗ്, എ ഗേൾ, എ കാറ്റ്, എ ഡോഗ് എന്നൊക്കെയുള്ള രീതിയിൽ. അതിൽ തന്നെ വവൽ സൗണ്ട്സ് വരുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ആൻ ആണ്. എ അല്ലെങ്കിൽ ആൻ എന്നതിന്റെ അർത്ഥം എന്ത് തന്നെയാണ്? 1 എന്നത് തന്നെയാണ്. ആർട്ടിക്കിൾസിനെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ മാത്രമാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുള്ള പോയിന്റ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.